ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 31 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. പിതാവേ, ഞാൻ പാപിയാണ്, എന്നിൽ കനിയണമേ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഓർക്കുന്നതിനേക്കാൾ അധികം മറക്കുന്നവരാണ് മനുഷ്യർ. ഉറൂബ് എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയിട്ട വാക്കുകൾ. മറക്കുന്നവർക്കും മരവിച്ചവർക്കും മരുന്നാകുന്ന സുവിശേഷം ഇന്ന് നമുക്ക് ധ്യാനമാവുകയാണ്. ക്രിസ്തുവിൻ്റെ ജീവിതവും വഴികളും പലതും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. സ്വയം മറന്നവരും മറ്റുള്ളവരാൽ ജീവിച്ചിരിക്കെ മറവ് ചെയ്യപ്പെട്ടവർക്കും ഈശോ ഇനിയും ജീവിതത്തെ മനോഹരമാക്കുന്ന സുഹൃതങ്ങൾ ജീവിതത്തിൽ ബാക്കിയുണ്ടെന്ന് ഓർമ്മിച്ചെടുക്കുവാനായിട്ട് ഓർമ്മയാവുന്നു. അനേകം നല്ല പ്രവൃത്തികൾ ക്രിസ്തുവിൻ്റെതായി അവർ കണ്ടിട്ടും കാണാതെ നടിക്കുന്ന സമൂഹത്തിൽ ക്രിസ്തു ഉൾപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും അവിടെയും ക്രിസ്തു തൻ്റെ വ്യത്യസ്തമായ വ്യക്തിത്വത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് താൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നിയോഗത്തിനു വേണ്ടിയും സ്വർഗത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയും സ്വന്തം ജീവിതത്തെ മറ്റുള്ളവരുടെ മുൻപിൽ വലിയ ഒരു ഓർമ്മപ്പെടുത്തലായി മാറ്റിവെക്കുന്നു. കൃതജ്ഞതയില്ലാത്ത മനുഷ്യർ കല്ലുകളെറിയാനായിട്ട് ശ്രമിക്കുമ്പോഴും കർത്താവ് ബോധപൂർവം അവിടെ നിന്ന് മറഞ്ഞു നിൽക്കുവാനായിട്ടും ശ്രമിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഓർമ്മകളുണ്ടാകട്ടെ. മരവിച്ച ഓർമ്മകളേക്കാൾ ഉപരിയായിട്ട്, മറവ് ചെയ്യപ്പെട്ട ഓർമ്മകളേക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതം ദൈവം നൽകിയ അനേകം ദാനങ്ങളെ ഓർത്ത് വീണ്ടും വീണ്ടും ജനിക്കുവാനായിട്ടുള്ള ഓർമ്മകൾ തരട്ടെ. വീണ്ടും വീണ്ടും സൗഖ്യമാകാനായിട്ടുള്ള ഓർമ്മകൾ തരട്ടെ. വീണ്ടും വീണ്ടും കർത്താവിന് വേണ്ടി പ്രഘോഷിക്കുവാനായിട്ട് വാചാലനാകാനായിട്ടുള്ള ഓർമ്മകൾ തരട്ടെ. എപ്പോഴും മറ്റുള്ളവർ ഓർത്തിരിക്കുന്ന നല്ല മനുഷ്യനായും മറ്റുള്ളവർ ഓർത്തിരിക്കുന്ന ഒരു ജീവിതം സമ്മാനിച്ച മനുഷ്യനായും സ്വർഗത്തിൻ്റെ അഴകുള്ള മനുഷ്യനായിട്ടും നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ. കർത്താവ് പറഞ്ഞതുപോലെ ഇത്രയധികം നന്മയുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടും കണ്ടിട്ടും കാണാതെ പോകുന്ന ഓർമ്മകളെ സ്വയം മരവിപ്പിച്ച, മറച്ചുവെച്ച, മറവ് ചെയ്യപ്പെട്ട മനുഷ്യരാകാതിരിക്കാൻ നമുക്ക് പ്രത്യേകം ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.